അധ്യക്ഷൻ സാർ ടീച്ചറടക്കമുള്ള പ്രശസ്തരെ, ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ യോഗത്തിൽ സാദരം MT എന്ന ഒരു പരിപാടി ഇവിടെ നടത്തിയപ്പോൾ അന്ന് ഉൾപ്പെടുത്താതെ പോയ ഒരു സെഷനായിരുന്നു. നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു വേദി എല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന, എല്ലാവരും ഒരേ മനസ്സോടുകൂടി കടന്നു വരുന്ന, ഒരു വിലക്കുകളുമില്ലാത്ത ഇത്തരമൊരു തുഞ്ചൻ സ്മാരകം എന്ന ഒരു സംരംഭം മാത്രം മതി MTയുടെ നിലപാട് തറയെ നമുക്ക് ഊട്ടിയുറപ്പിക്കാനായിട്ട്. മറ്റൊന്നും വേണ്ട. ആർക്കും കടന്നു വരാവുന്ന, യാതൊരു സങ്കുചിത ചിന്തകളുമില്ലാത്ത അത്തരത്തിലുള്ള ശ്രമങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെ ശക്തമായി പ്രതിരോധിച്ചിട്ടുള്ള ഒരാൾ. അത് വലിയ പ്രസംഗങ്ങളിലൂടെയോ പ്രകടനങ്ങളിലൂടെയോ ഒന്നുമല്ല, ചില ഒറ്റ വാക്കിലൂടെയോ 2 വാക്കുകൾ കൊണ്ടോ MT വാസുദേവൻ നായർ പറയുന്നൊരു വാചകമുണ്ട്, അത് വേണ്ട അല്ലെങ്കിൽ അത് വേണമെന്ന് പറയുന്നത് MTയുടെ നിലപാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. MTക്ക് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ, സ്മാരക ട്രസ്റ്റ് അല്ല, തുഞ്ചൻ സ്മാരക മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി MTയെ തിരഞ്ഞെടുത്ത സമയത്ത് 1992 അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടുന്നത്. അന്ന് ഇവിടെ ഒരു തുഞ്ചൻ ഉത്സവത്തെ തുടർന്ന്, ഈ രീതിയിലുള്ള തുഞ്ചൻ ഉത്സവമല്ല, നേരത്തെ ഇന്നലെ ഞങ്ങളുടെ സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞതുപോലെ ആനമയിലൊട്ടകം പോലുള്ള ഒരു ഉത്സവപ്പറമ്പായിരുന്ന ഈ കാലത്ത് ഇവിടെ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്ന, അതിൻ്റെ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ കമ്മിറ്റി മുഴുവൻ ആടി ഉലഞ്ഞൊരു സമയത്താണ് MT ഇതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ MT പ്രഖ്യാപിച്ച ഒരു വാചകമുണ്ട്, ഇത് ആകപ്പാടെ അഴിമതിയുടെ ജീർണതയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതല്ല. ഇതിൽ ആരൊക്കെയാണോ കുറ്റക്കാർ, ആരൊക്കെയാണോ അഴിമതിക്കാർ, അവരെ കൃത്യമായി കണ്ടെത്തി ശിക്ഷിച്ച് അവരെ ഒഴിവാക്കിയ ശേഷം വരുന്ന ഈ കമ്മിറ്റിയുടെ നേതൃസ്ഥാനം മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ എന്ന് ആദ്യമായി തൻ്റെ നിലപാട് ഇവിടെ 1992-93 ആദ്യമായി പ്രഖ്യാപിച്ച ആളാണ് MT വാസുദേവൻ നായർ. അതോടെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ തലവനായിക്കൊണ്ട് ഇവിടെ അദ്ദേഹം വരികയും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം, നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, ഏതോ 10-12 കൊല്ലം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, ആദ്യം മാതൃഭൂമി ആഴ്ചപ്പതിലും അതിനുശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി 1-2 വാചകൾ പറയുന്ന, ഇന്ന കാരണം കൊണ്ട് അത് വേണ്ട. ഒരാളെ നമ്മളിവിടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു, ഒരു വിഷയം നമ്മളിവിടെ സംവാദത്തിന് തിരഞ്ഞെടുക്കുന്നു, അപ്പോഴെല്ലാം അദ്ദേഹം പറയുന്ന ആ ഒരു വേണം വേണ്ട എന്നുള്ള ഒരു വേർതിരിവുണ്ട്. അതിൽ തന്നെ ഒരു ഉറച്ച നിലപാട് എത്രത്തോളം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ സമയത്ത് തുഞ്ചൻ പറമ്പിലേക്ക് പുറത്തു നിന്നുള്ള സങ്കുചിത ശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ പലപ്പോഴും അതുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ അദ്ദേഹം വളരെ ഒരുപാട് മൗനം തന്നെയായിരിക്കും, പ്രകടനപരമായിട്ടൊന്നുമില്ലെങ്കിൽ കൂടി അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകളുടെ ഒരു വലിയ കാര്യമുണ്ട്. ഇത് തുഞ്ചൻ പറമ്പാണ്, ഇതൊരു മതേതര തീർത്ഥാടന കേന്ദ്രമാണ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇവിടെ ആർക്കും കടന്നു വരാം, തോളോട് തോൾ ചേർന്ന് ഇവിടുത്തെ കലാപരിപാടികൾ ആസ്വദിക്കാം, ഇവിടുത്തെ സെമിനാറുകൾ ആസ്വദിക്കാം, ഇവിടുത്തെ വിഷയങ്ങൾ എപ്പോഴും മനുഷ്യപക്ഷത്ത് നിന്നുള്ളതായി ആവണം എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹം എക്കാലത്തും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഒരുപാടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഒരുപാട് പ്രതികരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെയേറെ ശ്രദ്ധേയമാകുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സാറ ടീച്ചർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഞാനൊരിക്കൽ ഈ MTയുടെ ഒരു ജീവചരിത്രം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴുമുണ്ട്. വായിക്കുന്ന ഒരു വാർത്തയിൽ, TV-യിൽ കാണുന്ന ഒരു ദൃശ്യത്തിലൊക്കെ എൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്, അതെല്ലാം ഞാൻ പൊതുമധ്യത്തിലേക്ക് പ്രതികരണങ്ങൾ പറഞ്ഞു വിടുകയല്ല, എൻ്റെ മനസ്സിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ പ്രതികരണങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ അത് അപൂർവമായിരിക്കാം. എല്ലാ പ്രസ്താവനകളിലും ഒപ്പിടാൻ ഞാൻ ഉണ്ടാവില്ല, എല്ലാ അഭിപ്രായങ്ങളോടും ചേർന്ന് നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ല, വിയോജിക്കാൻ ഞാൻ ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പെരിങ്ങോമിൽ ആണവ നിലയ പ്രശ്നം വരുമ്പോൾ, പ്ലാച്ചിമടയിൽ കുടിവെള്ളത്തിൻ്റെ ചൂഷണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, അതുപോലെ തന്നെ മാറാട് 2 വിഭാഗക്കാർ തമ്മിൽ ഏറ്റുകൂട്ടി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം വരുമ്പോഴൊക്കെ ഞാൻ പ്രതികരിക്കും. മനുഷ്യനെ വല്ലാതെ വട്ടം ചുറ്റിച്ച നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അതൊരു തുഗ്ലക് പരിഷ്കാരമാണ് എന്ന് പറഞ്ഞതിന് ഒരുപാട് ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നു MTക്ക് എന്നുള്ളത്. MT പക്ഷേ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫലമുണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ. ഇതുപോലെ എവിടെയൊക്കെയാണോ ഞാൻ പ്രസ്താവിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്ന് തോന്നുന്ന സമയത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് പ്രതികരിച്ച ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം
KLFൻ്റെ ഒരു ഉദ്ഘാടന വേദിയിൽ ബഷീർ മാഷൊക്കെ ഉണ്ടായിരുന്ന വേദിയാണ്. വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഏകാധിപത്യത്തിനെതിരായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അത് പിറ്റേന്ന് പത്രങ്ങളിലെല്ലാം ഒന്നാം വാർത്തയായിട്ട് വരികയും അത് വലിയ വിഷയമായി വരികയും ചെയ്യുന്നത്. കാരണം പ്രതികരിച്ചത് മറ്റാരുമല്ല, ഒരുപാട് ആളുകൾ പ്രതികരണക്കാരുണ്ട്. ഓരോ പ്രശ്നം വരുമ്പോഴും 50-60 പേര് ഒപ്പിട്ട പ്രതികരണങ്ങളൊക്കെ വരുന്ന ഒരു നാട്ടിൽ വളരെ കാലം മിണ്ടാതിരിക്കുന്ന MT വാസുദേവൻ നായർ ഒരു വാചകം പറയുമ്പോൾ, ഒരു ഖണ്ഡിക പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ അത് ശ്രദ്ധേയമാകുന്നത് അതിൽ പറഞ്ഞത് MT ആണ് എന്നുള്ളത് കൊണ്ടാണ്. നിലപാടിൻ്റെ ഒരു ഉറച്ച കാര്യമാണ്. പറഞ്ഞത് MT ആയതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അത് ആത്മവിശകലനത്തിന് പോലും ഉതകുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് ചർച്ച വന്ന കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളൊന്നും വലിയ പ്രതികരണങ്ങൾക്ക് തയ്യാറാവാത്ത ആളാണ് ഞാൻ. നേരത്തെ ഇവിടെ പറഞ്ഞ ഈ തുഞ്ചൻ പറമ്പിൻ്റെ കാര്യം തന്നെ, തുഞ്ചൻ പറമ്പിൽ ഈ കോട്ടേജുകൾ പണിതുകൊണ്ടിരുന്ന കാലത്താണ് മലയാളത്തിലെ ഒരു വലിയ എഴുത്തുകാരൻ ഇത് മദ്യപാനത്തിനും വ്യഭിചാരത്തിനുമായിട്ട് പണിയെടുക്കുന്ന കെട്ടിടങ്ങളാണ് എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് രൂക്ഷമായ തുടർ വിമർശനങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് പോലും അദ്ദേഹം അതിന് മറുപടി പറയാൻ നിൽക്കാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ കലാകൗമുദിയിൽ ജയേന്ദ്രൻ നായർക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ജയേന്ദ്രൻ നായർ ചോദിച്ചു, തങ്ങൾക്കെതിരെ തുടർച്ചയായിട്ട് മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, വല്ലാത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിയുകയാണല്ലോ, താങ്കൾ പ്രവർത്തിക്കുന്ന തുഞ്ചൻ പറമ്പിനെക്കുറിച്ചും എല്ലാം ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഉയരുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 1-2 വാചകങ്ങൾ പറഞ്ഞു. ചെറുപ്പത്തിൽ ഞാൻ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അമ്മയൊക്കെ പറയാറുണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം, കാരണം ഇഴജന്തുക്കളുള്ള കാലമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ സൂക്ഷിച്ച് നിലത്തു നോക്കിയേ നടക്കാറുള്ളൂ, ഇഴജന്തുക്കളെ എനിക്ക് ഭയമാണ് എന്നുള്ള ഒറ്റ വാചകത്തിലൂടെ ഒരു 10-15 പ്രസ്താവനകളിലൂടെ 4-5 ലേഖനങ്ങളിലൂടെ കിട്ടാവുന്നതിനേക്കാൾ വലിയ ഒരു പ്രതികരണം അതിലൂടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. MT മരിച്ചപ്പോൾ ആ കഥാകാരന് മനംമാറ്റം ഉണ്ടായിരിക്കണം. വളരെ ഹൃദ്യമായ ഒരു വിലാപ ലേഖനം കൂടി അദ്ദേഹം പത്രങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കേണ്ടായി. അദ്ദേഹം നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു. MTയുടെ നിലപാടുകൾ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. MTയുടെ നിലപാടിന് തുഞ്ചൻ പറമ്പിനോളം വലിയൊരു ഉദാഹരണം മറ്റൊന്നില്ല. നമ്മൾ നേരത്തെയുള്ളൊരു ആകാംക്ഷ, ഞാൻ സാറ ടീച്ചറോടൊക്കെ പങ്കുവച്ച ഒരു ആശങ്ക കൂടിയാണ്, നാളെയുടെ തുഞ്ചൻ പറമ്പ് MTയുടെ തുഞ്ചൻ പറമ്പ് തന്നെ ആയിരിക്കണം. അതിൽ യാതൊരുവിധ കലർപ്പുകളും ഉണ്ടാകാൻ സാധ്യമല്ല. മറ്റ് യാതൊന്നും അതിലേക്ക് കടന്നു വരാൻ, അനാശാസ്യമായ ഒന്നും തുഞ്ചൻ പറമ്പിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത്. അത് തുഞ്ചൻ പറമ്പിനെ സ്നേഹിക്കുന്ന, MTയെ സ്നേഹിക്കുന്ന, എഴുത്തച്ഛനെ സ്നേഹിക്കുന്ന, തുഞ്ചൻ പറമ്പിനെ മനസ്സിനോട് നെഞ്ചേറ്റി നടക്കുന്ന നമ്മുടെ ഒരു പ്രതിജ്ഞയായി നമ്മൾ മനസ്സിൽ കൈക്കൊള്ളണം. ഇന്ന് നമ്മൾ കടന്നു വരുന്ന വലിയ മാനസികോല്ലാസത്തോടെ എന്നും തുഞ്ചൻ പറമ്പിൻ്റെ ഈ കവാടം കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം എന്നത് മാത്രമാണ് നമ്മുടെ ഒരു ആശങ്ക. അതിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ വലിയൊരു സുഹൃതമുണ്ട്. MT ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം നമ്മയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ വേദനയെ നമുക്ക് സന്തോഷമാക്കി മാറ്റണമെങ്കിൽ MTയുടെ സ്വപ്നങ്ങൾ എന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരിടമായി എഴുത്തച്ഛൻ്റെ ഭാഷാപിതാവിൻ്റെയും മണ്ണ് മാറട്ടെ. അതിനുള്ള ശ്രമങ്ങളായിട്ട് ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളെയൊക്കെ കാണട്ടെ. കലാകാലം മതേതര തീർത്ഥാടന കേന്ദ്രമായി തന്നെ തുഞ്ചൻ പറമ്പ് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി പറയുന്നു. നന്ദി. സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. പ്രണാമം MT എന്ന പേരിലുള്ള ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിൽ MTയുടെ നിലപാട് തുറ എന്ന ഈ വലിയ സെഷനിൽ മാനവികതയിലൂന്നിയ ആഴമുള്ള പ്രഭാഷണങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. ഉദ്ഘാടന സെഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാറ് വളരെ MT എന്ന വിശ്വസാഹിത്യകാരൻ, മനുഷ്യൻ എന്ന പേരിലൊക്കെയുള്ള കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ MM ബഷീർ സാറിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി പറയുന്നു. പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സാറ ടീച്ചർ, മണമ്പൂർ രാജൻ ബാബു സാർ, ശ്രീകുമാർ സാർ എന്നിവർക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ സാജി സോമനാഥനും ഈ പരിപാടി സശ്രദ്ധം ശ്രദ്ധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഈ പരിപാടി കഴിഞ്ഞതായി അറിയിക്കുന്നു.